ഓണത്തിന് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാം. കുറേ വെജിറ്റബിൾ ഒരുമിച്ച് ചേർത്ത് തോരൻ ഉണ്ടാക്കാം. 3-4 വെജിറ്റബിളൊക്കെ എടുക്കാം. അപ്പം ഞാനിതിൽ 3 വെജിറ്റബിളാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ്, നീളം പയർ, അതുപോലെ പടവലങ്ങ. ഇത് 3ഉം കൂടെ ഏകദേശം ഒരുപോലെ ഒരേ കട്ടിയിലും നീളത്തിലും വേണം അരിഞ്ഞെടുക്കാൻ. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, അതുപോലെ 1 തണ്ട് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കൊത്തി അരിഞ്ഞതും 2-3 പച്ചമുളക് കൂടെ വട്ടത്തിലരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പടവലങ്ങ, ക്യാരറ്റ്, അതുപോലെ തന്നെ നീളം പയർ. അപ്പോൾ എടുത്തിരിക്കുന്ന പച്ചക്കറികളിൽ ആദ്യം ഞാൻ ചേർക്കുന്നത് നീളം പയർ അരിഞ്ഞതാണ്. ഇച്ചിരി വേവുള്ളത് അടിയിൽ കിടക്കട്ടെ കേട്ടോ. ഇനി അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് കൊത്തി അരിഞ്ഞിവിടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിൻ്റെ മുകളിലായിട്ട് പടവലങ്ങയുടെ ഒരു ചെറിയ കഷ്ണം കൊത്തി അരിഞ്ഞത്. ഇത് ചിലരൊക്കെ പടവലങ്ങയുടെ വെള്ളം പീച്ചി കളഞ്ഞിട്ട് ചേർക്കാറുണ്ട്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പെന്ന് പറയുമ്പോൾ ഒരു കപ്പ് തേങ്ങ, അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം അഥവാ നല്ല ജീരകവും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ്. ഈ പയറൊക്കെ ചേർക്കുമ്പോൾ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവയുടെ ചേർത്ത് കൊടുക്കും. ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെള്ളം ഒട്ടും ഒഴിക്കില്ല ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കാം. അപ്പം ഞാൻ തോരൻ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി കേട്ടോ. 2 പ്രാവശ്യം ഞാനിത് ഒന്ന് അടപ്പ് മാറ്റി കൊടുത്തിട്ട് ഇളക്കിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ തോരനകത്ത് ആദ്യം എന്തുകൊണ്ടാണ് പയർ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ വേവ് കൂടുതലുള്ളത് വെച്ച് നോക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടെല്ലാം വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇല്ല വെക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടപ്പ് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ചു. അങ്ങനെ 2 പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഞാൻ തുറക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പും എല്ലാം പരുവാണോ നോക്കണേ, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാം നോക്കിയതാണ്. ലാസ്റ്റ് സ്റ്റെപ്പാണ്. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് വെള്ളത്തിൻ്റെ നനവുള്ളതൊന്ന് അങ്ങ് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തീയുടെ ഓഫ് ആക്കുവാണ്. വീണ്ടും അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.